നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അയ്യപ്പനോട കളി, അതിന് തന്ത്രിയായാലും മന്ത്രിയായാലും 2014 ദേവപ്രശ്നത്തിൽ അന്നേ അയ്യപ്പൻ ചൂണ്ടിക്കാട്ടിയതാണിത്. ശബരിമല ക്ഷേത്രം നടത്തിപ്പുകാർക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വരുമെന്ന് 2014 നടന്ന ദേവപ്രശ്നത്തിൽ മുന്നറിയിപ്പ് കിട്ടിയതാണ്. ഇപ്പോഴിതാ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരും തന്ത്രിയുമൊക്കെ അഴിക്കുള്ളിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ ആ ദേവപ്രശ്നമാണ് നമുക്ക് മുന്നിൽ വലിയ ചർച്ചയാകുന്നത്. ദേവപ്രശ്നം 2014 ഇപ്പോൾ 11 വർഷങ്ങൾക്ക് ശേഷം എല്ലാ കൊള്ളക്കാരെയും അഴിക്കുള്ളിലാക്കി. അയ്യപ്പനെതിരെ കളിക്കാൻ നോക്കിയവർക്കാർക്കും രക്ഷയില്ല. 2014 കൂറ്റനാട് രാവുണ്ണിപ്പണിക്കർ, ചെറുവള്ളി നാരായണൻ നമ്പൂതിരി, തൃക്കുന്നപ്പുഴ ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ 2014 ജൂൺ 18 ദേവപ്രശ്നം നടന്നു. ഹിന്ദു വിശ്വാസമനുസരിച്ച് ക്ഷേത്രത്തിൽ വരുത്താൻ പോകുന്ന പരിഷ്കാരങ്ങളിൽ ദേവഹിതം അറിയാനാണ് ദേവപ്രശ്നം നടത്തുക. അപ്പോഴിതാ ഈ ദേവപ്രശ്നത്തിൽ കേട്ട മുന്നറിയിപ്പ്. ക്ഷേത്രം നടത്തിപ്പുകാർ സൂക്ഷിക്കണമെന്നും മാനക്കേട്, ജയിൽവാസം മുതലായവയ്ക്ക് സാധ്യതയുമുണ്ട് എന്ന് ദേവപ്രശ്നത്തിൽ ചൂണ്ടിക്കാട്ടി. എന്നിട്ടും ഈ കൊള്ളക്കാർ സൂക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നീട് 2017 മുതൽ നിർബാധം കൊള്ളയടിയും തുടർന്നു. അതുകൊണ്ട് തന്നെ അയ്യപ്പ കോപം അതത്ര നിസ്സാരമായിരിക്കില്ലല്ലോ. തന്ത്രി കണ്ഠര് രാജീവര് ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലും റിമാൻഡിലുമാണ്. രാജീവരെ ചോദ്യം ചെയ്തപ്പോൾ SIT പോലും ഞെട്ടിപ്പോയി. ഇതെന്തൊരു ജന്മമാണ്. തിരുവല്ലയിലെ ഒരു സ്വകാര്യ ബാങ്കിൽ നേരത്തെ രാജീവര് 2.5 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. എന്നാൽ ബാങ്ക് പൊട്ടി പാളീസായി. ഈ സ്വകാര്യ ബാങ്ക് പൊട്ടിയിട്ടും തന്ത്രി കണ്ഠര് രാജീവര് പരാതിയൊന്നും കൊടുത്തില്ല. 2.5 കോടി അങ്ങ് പോട്ടെ എന്ന് വെച്ചു. നേരത്തെ SIT ചോദ്യം ചെയ്തപ്പോൾ രാജീവര് ഒരു അബദ്ധം പറഞ്ഞു. തൻ്റെ കുറേ പണം വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയെന്ന്. എന്നാൽ ബാങ്ക് നിക്ഷേപത്തെക്കുറിച്ച് തികഞ്ഞ മൗനമാണ് SITക്ക് മുന്നിൽ രാജീവര് പാലിച്ചത്. എന്തുകൊണ്ടാണ് ഈ സ്വകാര്യ ബാങ്കിൽ 2.5 കോടി ഇട്ടിട്ടും ബാങ്ക് പൊളിഞ്ഞ് അതിനെതിരെ ഒരു പരാതി പോലും നൽകാത്തത് എന്ന് SIT ചോദിച്ചപ്പോൾ രാജീവർക്ക് മിണ്ടാട്ടമില്ല. വലിയ തുകയാണ് കണ്ഠര് രാജീവര് ഇങ്ങനെ ചെലവഴിച്ചത്. പല വഴിക്ക് കണ്ഠര് രാജീവര് ചെലവഴിച്ച കോടികളെക്കുറിച്ച് വിശദമായ തെളിവുകളാണ് ഇപ്പോൾ SITക്ക് മുന്നിൽ. ഈ കോടികളത്രയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് തന്ത്രിക്ക് കിട്ടിയതാണോ, അതോ ശബരിമലയിൽ നിന്ന് മറ്റേതെങ്കിലും വളഞ്ഞ വഴിയിലൂടെ നേടിയെടുത്തതാണോ? ഒരു കാര്യം ഉറപ്പാണ്, തന്ത്രി കണ്ഠര് രാജീവരുടെ കയ്യിൽ കോടികൾ മറിഞ്ഞിട്ടുണ്ട്. ഈ പണം എവിടെ നിന്ന് വന്നു എന്ന് കണ്ടെത്തണം. കണ്ഠര് രാജീവരെ ചോദ്യം ചെയ്ത SIT പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്ന് കസ്റ്റഡിയിൽ വാങ്ങി. പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്തു. ഇപ്പോഴിതാ പോറ്റിയുടെ പുതിയ ഭാഷ്യം. ശബരിമലയിലെ കട്ടിളപ്പാളി താൻ മാറ്റിയിട്ടില്ല, പഴയ വാതിലിൽ നിന്ന് സ്വർണം മാറ്റിയിട്ടില്ല എന്നാണ് പോറ്റി ഇപ്പോൾ SITയോട് പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ വലിയ സമ്മർദ്ദത്തിലാണ് SIT. ഒരു വശത്ത് ശാസ്ത്രീയ പരിശോധനകൾ ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. വമ്പന്മാരെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാനും SITക്ക് കഴിയുന്നില്ല. ഇതോടെ കുറ്റപത്രം സമർപ്പിക്കാൻ അനിശ്ചിതമായി വൈകുന്നു. കുറ്റപത്രത്തിൽ വമ്പന്മാരുടെ അറസ്റ്റും അവരുടെ മൊഴിയുമൊക്കെ രേഖപ്പെടുത്തിയില്ല എങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ശകാരം കിട്ടും. കേസെടുത്ത് CBIയെ ഏൽപ്പിക്കും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രതികളിൽ നിന്നുള്ള മൊഴികൾ വളരെ സസൂക്ഷ്മം കോർത്തിണക്കണം. ഫെബ്രുവരി 10 റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ തീവ്ര ശ്രമം. കുറ്റപത്രം വൈകിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ രക്ഷപ്പെടും. അതാണ് SITയെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസിലെ ശാസ്ത്രീയ പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് SITക്ക്. VSSC ശാസ്ത്രജ്ഞരുടെ മൊഴിയെടുപ്പ് തുടങ്ങി. SIT സംഘമാണ് VSSC ശാസ്ത്രജ്ഞരുടെ മൊഴിയെടുക്കുന്നത്. സങ്കീർണമായ ശാസ്ത്രീയ പരിശോധന ഫലത്തിൽ നിന്ന് പലതും ഡീകോഡ് ചെയ്യണമെന്നാണ് VSSC ശാസ്ത്രജ്ഞർ പറയുന്നത്. പൂർണ്ണമായ സംശയ നിവാരണത്തിന് ഒരാഴ്ച കൂടി വേണം എന്ന് VSSC ശാസ്ത്രജ്ഞർ പറയുന്നു. പഴയ വാതിൽപ്പാളിയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവുമായി താരതമ്യം ചെയ്യണം. നഷ്ടമായ സ്വർണത്തിന്റെ കൃത്യമായ അളവ് കണ്ടെത്തുകയാണ് VSSC ശാസ്ത്രജ്ഞരുടെ പരിശോധനയിലൂടെ SIT ലക്ഷ്യമിടുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുരാരി ബാബുവിന്റെ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങി. ഒരു വശത്ത് കനത്ത സമ്മർദ്ദം നേരിടുന്ന SIT, മറുവശത്ത് മിന്നൽ നീക്കങ്ങളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നേരത്തെ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞതോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം മുരാരി ബാബുവിന് അനുവദിച്ചത്. കർശന ഉപാധികളോടെയൊക്കെയാണ് ജാമ്യം. സ്വർണ്ണക്കൊള്ളക്കേസിൽ ജാമ്യം കിട്ടി പുറത്തിറക്കുന്ന ആദ്യ പ്രതി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരത്തെ ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ കട്ടിളപ്പാളി കേസിൽ 90 ദിവസം പൂർത്തിയാക്കാത്തതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചില്ല.
ഇതിനിടയിൽ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചില്ല എങ്കിൽ പോറ്റിയടക്കം ഊരിപ്പോകും. സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഇനിയും വൈകും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാക്കാനുണ്ട് എന്ന് പറഞ്ഞ് VSSC ശാസ്ത്രജ്ഞരുടെ തലയിൽ ഇതിന്റെ കുറ്റം കെട്ടിവെക്കാനാണ് SITയുടെ ശ്രമം. കുറ്റകൃത്യത്തിന്റെ വ്യാപ്തിയും നഷ്ടമായ സ്വർണത്തിന്റെ അളവും വ്യക്തമാകുന്ന ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചില്ല എങ്കിൽ ഈ കേസ് പോലും കോടതിയിൽ നിലനിൽക്കുമോ എന്ന സംശയമുണ്ട്. ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാതെ നീണ്ടുപോകുന്നത് കുറ്റവാളികൾ മുഴുവൻ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ കാരണമാകും. ഇനി അന്വേഷണം വരാൻ സാധ്യതയുള്ള നിരവധി വമ്പന്മാർ മുന്നിലുണ്ട്. അവർക്കും ഇപ്പോൾ ലഭിക്കുന്ന ജാമ്യം അനുകൂലമായി ഭവിക്കും. എല്ലാറ്റിനുമൊടുവിൽ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ അന്വേഷണം മന്ദഗതിയിലായിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ SITയെ പൂർണ്ണമായി ഹൈക്കോടതി കുറ്റപ്പെടുത്തിയില്ല. ഇപ്പോഴും SITയിൽ വിശ്വാസമുണ്ട് എന്നതാണ് ഹൈക്കോടതിയുടെ നിലപാട്. ഹൈക്കോടതിക്ക് മുൻപിൽ ജാമ്യത്തിന് വരുന്ന ഓരോ കേസിലും നിശ്ചിതമായ വിമർശനങ്ങൾ തന്നെയാണ് ഹൈക്കോടതി ഉയർത്തിയത്. അയ്യപ്പന്റെ സ്വർണം കട്ടിട്ട് ജാമ്യത്തിന് വരികയാണോ എന്ന് വരെ കോടതി ചോദിച്ചിരുന്നു. ഇത്തരം ആളുകൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല. ശബരിമല കേസിൽ SITക്ക് വീഴ്ച സംഭവിച്ചു എന്ന് VD സതീശൻ കുറ്റപ്പെടുത്തുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സമ്മർദ്ദം മൂലമാണ് ഇത്തരം വീഴ്ച. SITയുടെ വലയിൽ നിന്ന് മുരാരി ബാബു രക്ഷപ്പെട്ടു എങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വലയിലേക്ക് മുരാരി ചെന്ന് കയറുന്ന കാഴ്ചയാണിപ്പോൾ. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുകയും കേസിൽ തെളിവുകൾ ലഭിച്ചാൽ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. യഥാർത്ഥ സ്വർണ്ണക്കവർച്ചയുടെ വ്യാപ്തി ഇപ്പോഴും മറച്ചുവെച്ചിരിക്കുന്നു. ഇത് വലിയ തോതിൽ ഉന്നതരെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണോ എന്ന സംശയം ശക്തിപ്പെടുന്നു. മറുവശത്ത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമെന്ന് SIT ഇന്നലെ സൂചിപ്പിച്ചിരുന്നു എങ്കിലും ചോദ്യം ചെയ്യലിന്റെ യാതൊരുവിധ വാർത്തയും മാധ്യമങ്ങൾക്ക് കിട്ടുന്നില്ല. കടകംപള്ളി നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പലതവണ പോയിട്ടുണ്ട് എന്ന തെളിവുകൾ പോലും ഇപ്പോൾ പുറത്തുണ്ട്. എന്നിട്ടും അമാന്തിച്ചു നിൽക്കുന്ന SIT കനത്ത സമ്മർദ്ദം സർക്കാരിൽ നിന്നാണോ അതോ CPM പാർട്ടിയിൽ നിന്നാണോ? എന്തായാലും ശബരിമല കൊള്ളയിൽ എന്തെങ്കിലുമൊക്കെ അട്ടിമറികൾ നടക്കുമോ എന്ന ഭയം പൊതുവെ ഭക്തർക്കിടയിലുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.